ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട്ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോക്ക് റൂസ്റ്റിംഗ് ബൈ ടെഡ് ഹ്യൂസ്. ടെഡ് ഹ്യൂസ് എന്ന് പറയുന്നത് ഒരു ആനിമൽ പോയറ്റാണ്. ഹി വാസ് ബോൺ ഇൻ യോർക്ക്ഷയർ. ഹി വാസ് മാരിഡ് ടു സിൽവിയ പ്ലാത്ത്. ഹി വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റൂറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് യോർക്ക്ഷയർ. നമുക്ക് പോം നോക്കാം. I sit in the top of the wood, my eyes closed. In action, no falsifying dream between my hooked head and hooked feet. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഹോക്കാണ്. അപ്പോൾ ഒരു ഹോക്ക് ഒരു മരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇരിക്കുകയാണ്, കണ്ണുകൾ അടച്ചിരിക്കുകയാണ്, ഒരു ആക്ഷൻ ഒന്നുമില്ല, അനങ്ങാതിരിക്കുകയാണ്, ഒരു ഫേക്ക് ഡ്രീം പോലും ഇല്ല. ബിറ്റ്വീൻ മൈ ഹുക്ഡ് ഹെഡ് ആൻഡ് ഹുക്ഡ് ഫീറ്റ്. ഇവിടെ ഹുക്ഡ് എന്ന് പറയുമ്പോൾ കേർവ്ഡ് ആയിട്ടുള്ള ഹെഡ്. നമ്മുടെ ഹോക്കിൻ്റെയൊക്കെ ഹെഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കേർവ് ഷേപ്പാണല്ലോ. പിന്നെ ഹുക്ഡ് ഫീറ്റുമാണ് അതിൻ്റെ ഉള്ളത്. ഓർ ഇൻ സ്ലീപ്പ് റിഹേഴ്സ് പെർഫെക്റ്റ് കിൽസ് ആൻഡ് ഈറ്റ്. സ്ലീപ്പിൽ പോലും, ഉറക്കത്തിൽ പോലും എന്താണ്, കൊല്ലുന്നതിനെ പറ്റിയും കഴിക്കുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അതായത് തൻ്റെ ഹോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഹോക്ക് എന്ന് പറയുമ്പോൾ ഉയർത്തി പറക്കും, അതേപോലെ അതിൻ്റെ ഇരയിനെയൊക്കെ പിടിക്കും അല്ലേ, ബാക്കിയുള്ള ബേർഡ്സിനെയൊക്കെ കഴിക്കലാണ് അതിൻ്റെ പണി. ദ കൺവീനിയൻസ് ഓഫ് ദി ഹൈ ട്രീസ്, ദ എയർസ് ബോയ്ൻസി ആൻഡ് ദ സൺറൈസ് ആർ ഓഫ് അഡ്വാൻറ്റേജ് ടു മീ. അപ്പം ഇത്രയും ഉയരമുള്ള ട്രീസ് ആയതുകൊണ്ട് തന്നെ അത് കൺവീനിയൻ്റ് ആണ് അവർക്ക്. എന്താണ്, ബാക്കിയുള്ള പ്രേനെയൊക്കെ കൊല്ലാനായിട്ട് എളുപ്പമാണ്. പിന്നെ എയറിൻ്റെ ബോയൻസി എന്ന് പറയുമ്പോൾ ആ എബിലിറ്റി ടു ഫ്ലോയാണ്. അപ്പം ആ ഒരു ഒഴുക്കിനനുസരിച്ച് പറക്കാനുള്ളതും, പിന്നെ സൺറൈസ് ഒക്കെ എന്ന് പറയുന്നതൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഹോക്കിന്. ആൻഡ് ദ എർത്ത് ഫേസ് അപ്വേർഡ് ഫോർ മൈ ഇൻസ്പെക്ഷൻ. അപ്പം എർത്തിൻ്റെ ഫേസ് അപ്വേർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് തനിക്കത് എല്ലാം കൊണ്ടും അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ സുപ്പീരിയോറിറ്റിയാണ് കാണിക്കുന്നത്. സുപ്പീരിയർ ആണല്ലോ ഹോക്ക്. ഹൈറാർക്കി എടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാൾ ഹോക്ക് തന്നെയാണ്. ഓൾ ദ തിങ്സ് ഇൻ ദ എർത്ത് എക്സിസ്റ്റ് ഫോർ മീ എന്നാണ് ഹോക്ക് പറയുന്നത്. മൈ ഫീറ്റ് ആർ ലോക്ക്ഡ് അപ്പ് ഓൺ ദ റഫ് ബാർക്ക്. അപ്പം നമ്മുടെ ഹോക്കും ഒരു ബ്രാഞ്ചിലിരിക്കുമ്പോൾ അതിൻ്റെ ഫീറ്റ് എപ്പോഴും അല്ലേ ലോക്ക്ഡ് ആണ്, മുറുക്കി പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇറ്റ് ടുക്ക് ദി ഹോൾ ഓഫ് ക്രിയേഷൻ ടു പ്രൊഡ്യൂസ് മൈ ഫുഡ്, മൈ ഈച്ച് ഫെദർ നൗ ഐ ഹോൾഡ് ക്രിയേഷൻ ഇൻ മൈ ഫുഡ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ലൈൻസാണ്. അതായത് ഹോൾ ഓഫ് ക്രിയേഷൻ തന്നെ എടുത്തു അതിൻ്റെ കാലുണ്ടാക്കാനും പിന്നെ ഓരോ ഫെദേഴ്സ് ഉണ്ടാക്കാനും. ഇപ്പം എല്ലാ ക്രിയേഷനും ആരുടെ കാലിലാണ്, ഹോക്കിൻ്റെ കാലിനാണെന്നാണ് പറയുന്നത്. അതായത് കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തു നമ്മുടെ ഹോക്കിനെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇപ്പം എൻ്റെ ക്രിയേഷൻ ആരുടെ അടിയിലാണ്, ഹോക്കിൻ്റെ കീഴിലാണെന്നാണ് പറയുന്നത്. ഓർ ഫ്ലൈ അപ്പ് ആൻഡ് റിവോൾവ് ഇറ്റ് ഓൾ സ്ലോലി. അപ്പം എന്താണ്, ഉയർന്നാണ് പറക്കുന്നത് എപ്പോഴും. എന്നിട്ട് റിവോൾവ് ചെയ്തു പതിയെ ഇങ്ങനെ പറക്കുന്നു. നമ്മൾ പറയത്തില്ലേ വട്ടമിട്ട് പറക്കുന്നു. എന്തിനാണ് വട്ടമിട്ട് പറക്കുന്നത്? അതിൻ്റെ പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇരയെ പിടിക്കാൻ വേണ്ടി. ഐ കിൽ വേർ ഐ പ്ലീസ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ മൈ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ലൈൻസാണ്. അതായത് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കൊല്ലും അല്ല, ഇതെൻ്റെയാണ്. ഇവിടെ ഉള്ള സർവ്വജീവജാലങ്ങളും എനിക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. ദർ ഈസ് നോ സോഫിസ്ട്രി ഇൻ മൈ ബോഡി. സോഫിസ്ട്രി എന്ന് പറയുന്നത് കുതന്ത്രം ഒന്നും ഇല്ല. മൈ മാനേഴ്സ് ആർ ടിയറിങ് ഓഫ് ഹേർട്സ്. എൻ്റെ മാനർ എന്ന് പറയുമ്പോൾ അല്ലേ, തല തിരിച്ച് കളയാന്ന് പറയത്തില്ല, കൊല്ലുക, പ്രേനെ കൊല്ലുക, അതിനെ ഭക്ഷിക്കുക. ദ അലോട്ട്മെൻറ്റ് ഓഫ് ഡെത്ത് തീരുമാനിക്കുന്ന ആരാണ്? ഹോക്കാണ്. ഈ ഡെത്തിൻ്റെ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പം എപ്പം മരിക്കണം എന്നുള്ള തീരുമാനിക്കുന്ന ഹോക്കാണെന്ന്. ഫോർ ദ വൺ പാത്ത് ഓഫ് മൈ ഫ്ലൈറ്റ് ഈസ് ഡയറക്റ്റ് ത്രൂ ദ ബോൺസ് ഓഫ് ദ ലിവിങ്. അപ്പം എൻ്റെ ആ ഒരു വഴിയെന്ന് പറയുമ്പോൾ, എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഒരു വഴിയെന്ന് പറയുമ്പോൾ ബോൺസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ പ്രേനെയാണ്. അപ്പം എൻ്റെ വഴിയെന്ന് പറയുന്നത് പ്രേയിലൂടെയാണ്. അപ്പം ഇവിടെ ഹോക്ക് എന്ന് പറയുന്നത് ഹു ടോക്കിംഗ് ലൈക്ക് എ ഡിക്റ്റേറ്ററിനെ പോലെയാണ് സംസാരിക്കുന്നത്. അതായത് ഈ ഒരു പോം എന്ന് പറയുന്നത് ഫാസിസ്റ്റ്, അൺറൊമാൻറ്റിക് ആൻഡ് അൺസെൻറ്റിമെൻ്റൽ പോമാണ് അല്ലേ. ഇവിടെ ഹോക്കിൻ്റെ സവിശേഷതകളും ഇപ്പോൾ ഹോക്ക് സംസാരിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. നോ ആർഗ്യുമെൻറ്റ്സ് അസർട്സ് മൈ റൈറ്റ്. അതായത് ഇവിടെ ഒരു ആർഗ്യുമെൻറ്റും ഇല്ല, ഒരു ഒപ്പീനിയൻ പോലും ഇല്ല. ദ സൺ ഈസ് ബിഹൈൻഡ് മീ. അതായത് സൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നത്തിങ് ഹാസ് ചേഞ്ച് സിൻസ് ഐ ബിഗെയിൻ. ഞാൻ തുടങ്ങിയ കാലം ഞാൻ
ബിഗിൻ ചെയ്ത കാലം തൊട്ട് തന്നെ ഒന്നും മാറിയിട്ടില്ല, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലേ. മൈ ഐ ഹാസ് പെർമിറ്റഡ് നോ ചേഞ്ച്. എൻ്റെ കണ്ണും മാറിയിട്ടില്ല. എൻ്റെ കണ്ണെന്ന് പറയുന്നത് എപ്പോഴും പ്രേയിലായിരിക്കും. ഐ എം ഗോയിങ് ടു കീപ് തിങ്സ് ലൈക്ക് ദിസ്. ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ പോവാണ്, ഇങ്ങനെ ഞാൻ തിങ്സിനെ കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പ്യുവർ പ്ലഷർ, പ്യുവർ ഈഗോ ആണ് കാണിക്കുന്നത്. ഇതാണ് അല്ലേ, പ്ലഷർ പ്രിൻസിപ്പിളാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.